ഒരു കുറേ നാൾക്ക് ശേഷം ഒരു മാർവൽ പടം കണ്ടിട്ടൊരു ഫീല്. മാർവൽ ചത്തിട്ടില്ല, ഡെഡ്പൂൾ തന്നെയാണ് മാർവൽ ജീസസ്. ആ ഡെഡ്പൂൾ 2 പടം എങ്ങനെയായിരുന്നു അതിനേക്കാളും കിട്ടുമായിരുന്നു. തുടക്കത്തിൽ ഇങ്ങനെ ഒരു പോക്ക് ആ റേഞ്ച് അവിടെ തന്നെ ഉണ്ട്, പീക്ക് ലെവലാണ് ഐറ്റം. കുറെ നാൾ കഴിഞ്ഞ് സന്തോഷമായിട്ട് എന്തെങ്കിലും കണ്ടു. സൂപ്പർ പടമായിരുന്നു, ഒരു രക്ഷയില്ല. ഒരു കുറേ നാൾക്ക് ശേഷം ഒരു മാർവൽ പടം കണ്ടിട്ടൊരു ഫീല്. എക്സ്മെനും വുൾവറീൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ, ഇരുത്തി കാണും. അതായത് മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ വാച്ചാണ്. എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകും പടത്തിനെ പറ്റി. അത്രയും കിടിലൻ പടം, പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. തുടക്കത്തിൽ ഇങ്ങനെ ഒരു പോക്ക് ആ റേഞ്ച് അവിടെ തന്നെ ഉണ്ട്, പീക്ക് ലെവലാണ് ഐറ്റം. പക്ക ഇത് ഫോണില്ല, ഒന്നിനും കാണാൻ പാടില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണും. 3D ഒന്നും ഒരു രക്ഷയില്ല, തുടക്കം മുതൽ അവസാനം വരെ. അവർ എന്ന് വെച്ചാൽ ലാഗ് ഒന്നും സംഭവമില്ല, ഇടയ്ക്കിടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ സാധനം പൊളി, കിടിലം. കിടില സിനിമ. മാർവൽ ചത്തിട്ടില്ല, ഡെഡ്പൂൾ തന്നെയാണ് മാർവൽ ജീസസ്. ഡെഡ്പൂൾ കുറെ നാൾ കഴിഞ്ഞ് സന്തോഷമായിട്ട് എന്തെങ്കിലും കണ്ടു. ഇനി ഇങ്ങനത്തെ സിനിമ ഇറങ്ങിയ മാർവലിന്റെ കമ്പാക്ക് തന്നെയാണ്. പക്ഷേ ഇനിയും പഴയ പോലെയാണ് ഇറക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ മാർവലിന്റെ കമ്പാക്ക് അല്ല. പക്ഷേ കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം അടിപൊളിയായിരുന്നു. ഫാൻമൊമെന്റ്സ് ഫാൻസിന് വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. ഹ്യൂഗ് ജാക്മാൻ്റെയും ഡെഡ്പൂളിൻ്റെയും ഷോ. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഹ്യൂഗ് ജാക്മാൻ കാണുന്നത് ഒരു ഫാൻ മൊമെൻ്റ് ആണ്. പിന്നെ കുറേ കമ്യൂസ് ഉണ്ട്. അതുകൊണ്ട് സ്പോയിലറായിട്ട് വരും മുന്നേ എല്ലാവരും വന്ന് കാണുക എന്നുള്ളതാണ്. ആരും സ്പോയിൽ ചെയ്യില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്ത ഹൈപ്പ് എല്ലാം ഈ മൂവിയിലുണ്ട്. വിഷയം പടം ഒന്നും പറയാനില്ല, അടിപൊളിയാ, മസ്റ്റ് വാച്ചാണ്. രണ്ടുപേരുടെയും കോംബോയാണ്, അടിപൊളിയാണ്, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. രണ്ടുപേരും കൊള്ളായിരുന്നു. മാർവൽ എല്ലാ ബാരിയേഴ്സും പൊളിച്ച് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡെഡ്പൂൾ 2 പടം എങ്ങനെയായിരുന്നു അതിനേക്കാളും കിട്ടുമായിരുന്നു. ക്യാമിയോസ് കൊള്ളാം, അടിപൊളി. ഓവറായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല, എന്നുവെച്ചാൽ ക്യാമിയോസ് മാത്രം ആക്കിയിട്ടുമില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം നമുക്ക് ബാക്കി 3 ഡെഡ്പൂൾ വെച്ച് മൂവീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എൻ്റർടൈനിങ് മൂവി ഇതാണ്. പക്ഷെ നമുക്ക് സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വീക്കാണ് സ്റ്റോറി. പിന്നെ ഹ്യൂഗ് ജാക്മാൻ പെർഫെക്റ്റ് ആണ്. ആ ഒരു തിരിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ഇതായിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സ്ക്രിപ്റ്റ് അവർക്ക് സെലക്ട് ചെയ്ത് കുറച്ച് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാർവലിൻ്റെ സ്ഥിരം പടങ്ങളൊക്കെ കാണുന്നവർക്ക് എല്ലാം ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് പറ്റത്തില്ല. കാരണം ഇത് ഒരുപാട് പടങ്ങൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. സൂപ്പർ അടിപൊളി, ഒന്നും പറയാനില്ല ബ്രോ. കമ്പാക്കാണ്, നല്ല രീതിയിൽ കമ്പാക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മാർവൽ. രണ്ടുപേർക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നുമില്ല, രണ്ടുപേർക്ക് ഈക്വലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.